സേട്ടാ 4 ചായ. മാത്രം ശ്രദ്ധിച്ചേ. ഇനി ആ ഓട്ടോക്കാരനെ പൊക്കണമെന്നാ പെണ്ണുമ്പിള്ളയുടെ പ്ലാൻ. മാത്തൻ സർ, മേഡം நான் പുള്ളക്കുട്ടിക്കാരൊക്കെ കാപ്പാത്തുങ്ക ഒന്നും ഇങ്ങനെ ആകുമെന്ന് അറിഞ്ഞോണ്ടല്ല. അവരൊക്കെ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്നെ കൊന്നു കളയൊന്ന് പേടിച്ചിട്ടാ മേഡം. മാപ്പാക്കണം മേഡം, പ്ലീസ്. കരഞ്ഞിട്ട് കാര്യമില്ല മാത്ത സാറേ. നാട്ടുകാർ പിടിച്ചേൽപ്പിച്ച ഫ്രെഡിയും ഫ്രണ്ട്സും എങ്ങനെ പുറത്തു പോയെന്ന് പറ. ബേബി വിളിച്ചു, സാർ അവന്മാരെ അങ്ങ് വിട്ടു. അതല്ലേ സത്യം? ആ മാത്ത, താൻ അവരെ വിട്ടു. ഇടൂ, രാവിലെ ഞാൻ തന്നെ വന്ന് സ്റ്റേഷൻ എത്തിച്ചോളാം. താൻ പേടിക്കണ്ട, തനിക്കൊരു കുഴപ്പം വരത്തില്ല. ഇത് ഞാനല്ലേ പറയുന്നത്. ശേഖരേട്ടനുണ്ടായിരുന്നില്ലേ അന്ന് ഡ്യൂട്ടിയിൽ? അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് ഞങ്ങളെയൊക്കെ വിട്ടത് ഇദ്ദേഹമല്ലേ? എന്നെ രക്ഷിക്കണം മേഡം, എന്നെ രക്ഷിക്കണം പ്ലീസ്. ഇനി തനിക്ക് തെരിഞ്ഞത് എല്ലാമേ சொல்லு, ഉണ്മയാ சொல்லு. അറിയാം മേഡം. അന്ന് കുളം കുഴിക്കുന്ന സമയത്ത് ഫ്രാഞ്ചിക്ക് അവിടെ നിന്ന് ഒരു നിധി കിട്ടി. അതും കൊണ്ട് അവൻ നേരെ ബേബിയുടെ വീട്ടിൽ പോയി. ഞാനിവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഇല്ല മാത്ത, പുറത്തേക്ക് അവർ വിടത്തില്ല. എന്ത് ചെയ്യടാ? നീ വെറുതെ നിലയിട്ടിരിക്കരുത്. അവിടെ അടങ്ങി കിടക്കടാ. പണി ഉണ്ടാക്കിട്ട് മനുഷ്യനെ. നാളെ ജാമ്യം കിട്ടുന്ന ഒരു അലമ്പൊന്നും ഉണ്ടാക്കാതിരുന്നൂടെ? ഇത് ബെസ്സായി മാത്രമായതുകൊണ്ട് നിങ്ങൾ ഇറക്കി വിട്ടു. എന്റെ കൂടെപ്പുറപ്പ് ജയിലിൽ കിടക്കുന്ന കാണാൻ എനിക്ക് മേലാഞ്ഞിട്ടാടാ. ഞങ്ങൾ ആ പെൺകൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല ചായ, സത്യം. ആ ജോസ് ഞങ്ങളെ പെടുത്തിയതാ ചായ. അവൻ ഇച്ചിരി വളരുന്നുണ്ട്. ആ നന്മവരം ഇനി അവിടെ വേണ്ട. വെള്ളം ഒഴിക്കണ്ടേ? ഇവനെന്നാ ഇപ്പോ പ്രാഞ്ചി വരുന്നുണ്ടോ? ആ കയറിപ്പോ 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 കയറിപ്പോ. എന്നടാ പ്രാഞ്ചി? ബേബിച്ചാനൊന്ന് കാണാനാ. ഇതെന്നത് അത്യാവശ്യമുണ്ട്, ഒന്ന് വിളിച്ചേ. ബേബിച്ചായ, ബേബിച്ചായ, ഒരു കാര്യമുണ്ട്. എന്നതാടാ പ്രാഞ്ചി ഈ നേരത്തെ പതിവില്ലാതെ? ദേ ഇത് കണ്ട, കുളം കുഴിച്ചപ്പോ കിട്ടിയതാ ഒരു കുടത്തിന്ന്. എന്നതാടാ ഇത്? പേരൊന്നും എനിക്ക് അറിയത്തില്ല, നല്ല വില കിട്ടുന്നറിയാം. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പോലീസ് നാട്ടുകാർ പറഞ്ഞാൽ എനിക്കിത് നഷ്ടമാവും. ബേബിച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. ചാക്കോ, ഒന്ന് ഒഴിച്ചു കൊടുക്കടാ പ്രാഞ്ചി. അടി. ഇത് നാട്ടിലെങ്ങും കിട്ടാത്ത സാധനം. മരതകമാണെങ്കിൽ നല്ല വില കിട്ടും. വിട്ടുകളയരുത്. പ്രാഞ്ചി, വന്നേ. എടാ, നീ ഇങ്ങോട്ട് വന്നത് ആരെയും അറിഞ്ഞായിരുന്നോ? ഒരു പട്ടി കുഞ്ഞു പറഞ്ഞിട്ടില്ല. നന്നായി. അതെ, കാഴ്ചക്ക് കൊള്ളാം. നീ കരുതുന്ന പോലത്തെ ഒരു സാധനം തന്നെയത്. ഇത് ഒരു കല്ലടാ. എന്നായാലും നീ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നതല്ലേ? ഈ ബേബിച്ച ഒരു 10,000 രൂപ എനിക്ക് തരും. എന്നാ 10,000 ഉലുവായ? പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് മേടിക്കാൻ വേണ്ടിയേ വേറെ മുതലാളിമാരോട് ഞാൻ നോക്കട്ടെ. ഒന്ന് പോയച്ചാ 10,000 ഉലുവ. എനിക്കിത് വേണ്ട. നീ ഇത് ആർക്കാച്ച കൊടുത്തോ? വന്ന സ്ഥിതിക്ക് നീ ഒരെണ്ണം കൂടെ അടിച്ചിട്ട് പോടാ. വാ. അതേടാ, ബേബിച്ചൽ തന്നെ.
ചാക്കോ അവനെ വലിച്ചു കൂട്ടിയിടാ. ഏയ് എനിക്കത് വേണ്ട. എന്റെ മക്കളെ ഓർത്ത് എന്നെ കൊല്ലരുത് ചായ. അതിനായിട്ട് എന്നെ എടുത്തു വെക്കണം കൊണ്ട്. ഇവനെ വിശ്വസിക്കുന്ന ചായ. കൊല്ലണം. എന്റെ മക്കളെ ഓർത്ത് എന്നോട് വില പറയാൻ മാത്രം നീ വളർന്നോടാ പിഴച്ചെന്നായി. നിന്നെപ്പോലുള്ള ചോര ചവിട്ടിയിടടാ ഞാൻ നീ കാണുന്നത് ജീവിച്ചായ. ആ മോളിലുള്ള പിള്ളേരെ വിളിച്ച് ഇവനെവിടെ കൊണ്ട് കളയാൻ പറ. നിന്നോടും കൂടിയാ. നിന്നെ കൊണ്ട് പറ്റും. ആ വയ്ക്കും. താങ്ക് യു. എക്സ്ക്യൂസ് മീ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടി ഓർഡർ വന്നിട്ടുണ്ട്. ഓ വന്നാ സന്തോഷമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചേ. ഹലോ, സാറിന്റെ അവിടെ സാറിനുള്ള ഓർഡർ ഞാൻ ഹൈസ്കൂളിൽ കൊണ്ടുതരാം കേട്ടോ. ഒരു ഗ്യാപ്പ് കിട്ടിയ കള്ള കൃഷ്ണൻ. നീ വീട്ടിലോട്ട് പോടോ. ഞങ്ങൾക്കുള്ള വെച്ചിട്ടുണ്ടോ മുട്ട കൊള്ളോ. ടീച്ചറെ അപ്പൊ ശരി. അപ്പൊ ഇനി എല്ലാവരും ഒന്ന് കുറച്ചുകൂടെ കഷ്ടപ്പെട്. വെറുതെ പണിയൊന്നും കൊടുക്കാതെ സുഖിച്ചുകൊണ്ടിരിക്കുവല്ലേ. പിന്നെ എല്ലാവരുടെയും പേരും നാളും സെന്ററും എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളവും വെളിച്ചവും ഇല്ലാത്ത പാമ്പും പഴുതാരയുമുള്ള നല്ലൊരു സെന്റർ കിട്ടുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. വിനോദ് സാറേ, എന്റെ സെന്റർ എവിടെയാ? ആ എന്നാലേ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഓർഡർ അങ്ങ് വായിക്കാം. ശ്യാമല ടീച്ചർ അങ്കമാലി. ഈശ്വര, വല്ല കുഴപ്പം പിടിച്ച സ്ഥലമാണോ സാറേ? ഏയ് ഒരു കുഴപ്പമില്ലെന്നേ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് എനിക്ക് അവിടെയായിരുന്നു ഡ്യൂട്ടി. പേടിക്കാൻ മാത്രമൊന്നും ഇല്ലെന്നേ. രാജമ്മ ടീച്ചർ ആനങ്ങാട്. ആണോ? എന്റെ ഒരു കസിൻ ഉണ്ട് അവിടെ. ഓ സന്തോഷ് സാറ് ശാന്തിപുരം. ഞാനോ സാറേ? ഉഷ ടീച്ചർ വട്ടപ്പറമ്പ്. ആ അതെവിടെയാ? നമ്മുടെ ജില്ലയിൽ തന്നെയാന്നേ അല്ലേ സന്തോഷ് സാറേ? പ്രീതി ടീച്ചറും ലില്ലി ടീച്ചറും കാലടി. അല്ല അപ്പൊ വിനോദ് സാറിനില്ലേ? എനിക്ക് റിസർവാന്നേ, ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. ജോസ് സാറിനത് കന്യ ഇലക്ഷൻ സാറിന്റെ സെന്റർ സാറ് തന്നെ നോക്കും.